ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ അഫോർഡബിൾ പ്രൈസിൽ ജസ്റ്റ് 50 റുപ്പീസിന് നമുക്ക് വാങ്ങാൻ പറ്റിയ നല്ലൊരു കാജലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാജലിൻ്റെ ബ്രാൻഡും ഈ ഒരു കാജലൊക്കെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ കാജൽ നോർമലി എഴുതുമ്പം അല്ലെങ്കിൽ കൺമഷിയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട് പടരുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാജൽ മറ്റൊന്നുമില്ല, ഹിമാലയയുടെ കാജലാണ്. നാച്ചുറൽ ആയിട്ടുള്ളൊരു ബ്ലാക്ക് കളറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 100% നാച്ചുറലാണ്. പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാതെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് മുതലേ ഹിമാലയയുടെ കാജൽ ഈ ഒരു രീതിക്കാണ് കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ ഔട്ടർ പാക്കേജിങ്. അപ്പോൾ 50 രൂപയാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ ആദ്യം വാങ്ങുന്ന കാലത്ത് ഞാൻ വാങ്ങിച്ചിരുന്നപ്പം എനിക്ക് തോന്നുന്നു 45 രൂപയൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാജലാണ് കേട്ടോ. ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലെ സെയിം മെത്തേഡാണ്. അതിനുശേഷം ഈ ഒരു രീതിക്ക് ആക്കി വെക്കുക. ആഫ്റ്റർ ദാറ്റ് ക്ലോസ് ചെയ്ത് വെക്കുക. നല്ല ടൈറ്റനായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ എനിക്കിതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, എക്സാക്ട്ലി നമുക്കറിയാം ഇതൊരു ഐ ഡിഫൈനറാണ്. വളരെ സ്മൂത്താണ്. നമ്മുടെ കണ്ണൊക്കെ നല്ലോണം കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് എന്താ പറയുക, ബ്രാൻഡഡ് അല്ലാത്ത കാജലൊക്കെ യൂസ് ചെയ്താൽ കണ്ണിന് ചൊറിച്ചിൽ, ഇറിറ്റേഷൻസ്, പല പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നും നമുക്ക് ഈ ഒരു കാജൽ യൂസ് ചെയ്താൽ ഇല്ല കേട്ടോ. അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. അപ്പോൾ ശരിക്കും എന്താ പറയുക, അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു കാജലാണ്. ശരിക്കും എക്സ്ട്രാ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആയിട്ടുള്ളൊരു കളറാണ് കിട്ടുന്നത്. അപ്ലൈ ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. അപ്ലൈ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാജൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അതിന് മുന്നേ നിങ്ങളുടെ അടുത്ത് പറയാം, നമ്മൾ ഈ ഒരു വാട്ടർ ലൈനിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കാജൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിനൊരു പൂർണ്ണത കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്വേർഡായിട്ട് കേട്ടോ ഇതേപോലെ നമ്മുടെ വിരൽ വെച്ച് പിടിച്ചിട്ട് ഈ ഒരു ഏരിയയിലും കൂടെ നമ്മൾ എഴുതി കൊടുക്കണം. എങ്കിലും നമുക്ക് നല്ല രസമായിരിക്കും കേട്ടോ കണ്ണ് എഴുതുമ്പം. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ഏരിയയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇനി നെക്സ്റ്റ് ഡേ നിങ്ങൾ ജസ്റ്റ് അല്ലെങ്കിൽ അപ്പം തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിലും കൂടെ നമ്മുടെ അപ്വേർഡായിട്ടുള്ള ഏരിയയിലും കൂടെ എഴുതി കൊടുക്കുമ്പോൾ നല്ലൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ണ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതേപോലെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക. ഓക്കെ, നല്ല കൺമഷി അല്ലെങ്കിൽ നല്ല നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് എഴുതാൻ പറ്റുന്ന കാജൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് എഴുതുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ഭംഗി കൂടുന്നതാണ്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ ഭംഗിക്ക് വരെ നമ്മുടെ കണ്ണിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. പിന്നെ ഇത് 1 gram ഓഫ് പ്രൊഡക്റ്റാണ് ഇതിൽ വരുന്നത്. ഭയങ്കര ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പൗച്ചിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരു ചെറിയൊരു ഗ്ലാസ് ബേസ് പോലെയൊക്കെ തോന്നുന്ന ഒരു പാക്കേജിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇതിനായിട്ട് മെയിൻ വന്നിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആൽമണ്ട്, റോസ്, പിന്നെ ത്രിഫല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഷാർപ്പൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഈ ഒരു രീതിക്കാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഷാർപ്പൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നോർമൽ പെൻസിലൊക്കെ ആണെങ്കിലല്ലേ നമ്മൾ ഷാർപ്പൻ ചെയ്യുന്നത്. കാജൽ മേ ബി കാജൽ പെൻസിലൊക്കെ ആണെങ്കിൽ മേ ബി ചെയ്യാറുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ കാസ്ട്രോൾ ഓയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ത്രിഫല എന്ന് പറയുന്നത് ഒരു ആയുർവേദിക് ഹെർബാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ കോഷൻ വൈസ് നോക്കുകയാണെങ്കിൽ സ്റ്റോർ ഇൻ എ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസ്. അതോടൊപ്പം തന്നെ ഡയറക്റ്റ് ഹീറ്റോ സൺലൈറ്റോ എമിറ്റ് ചെയ്യുന്ന ഏരിയയിൽ നമ്മൾ ഇതൊരു കാരണവശാലും കീപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ 2026 വരെ ഷെൽഫ് ലൈഫ് ഉണ്ട്. അതായത് അപ്രോക്സ് ഒരു 3 year ഷെൽഫ് ലൈഫൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ യൂസ് ഉള്ളി, ഇതൊക്കെയുള്ളൂ നമുക്ക് പറയാൻ ഉള്ള കാര്യങ്ങൾ. പിന്നെ സ്യൂട്ടബിൾ ഫോർ ഓൾ എന്നൊക്കെ നമ്മൾ മറ്റു പ്രൊഡക്റ്റൊക്കെ പറയുമല്ലോ. അതിനു മുന്നേ നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഒഴിവാക്കുക. പക്ഷേ ഇത് യൂസ് ചെയ്താൽ നമ്മൾ കണ്ണിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് ആരും പറഞ്ഞിട്ടുമില്ല. എനിക്ക് ഹോണസ്റ്റ്ലി തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഹിമാലയയുടെ നമ്മുടെ ഐ കാജലിൻ്റെ ആപ്ലിക്കേഷനും അതോടൊപ്പം തന്നെ കുറച്ച് ടിപ്സുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ടിപ്പാണ് കേട്ടോ. നമ്മൾ കാജലൊക്കെ നോർമലി എപ്പോൾ എഴുതിയാലും നമ്മുടെ കണ്ണിൽ പടരുക എന്നെല്ലാവരും കോമൺ ആയിട്ട് എന്താ പറയുക അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട്
അതായത് കാജലോ അല്ലെങ്കിൽ കൺമഷിയൊക്കെ എഴുതുമ്പോൾ നമ്മുടെ കണ്ണിൽ പടരാതെ എഴുതാം എന്നുള്ളൊരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എടുക്കുക. ഓക്കെ, കുറച്ച് മാത്രം എടുക്കുന്നുള്ളേ. എന്നിട്ട് നമ്മുടെ കണ്ണിൻ്റെ സൈഡിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ലോണം സ്പ്രെഡ് ഓവർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കണ്ണ് എഴുതുമ്പോഴേ പടരില്ല. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് BB ക്രീമോ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. BB ക്രീം ഓർ എനി മോയ്സ്ചറൈസർ. അപ്പോൾ ഇവിടെ ഞാൻ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഫോക്സ്ടെയിലിൻ്റെ പ്യുവർ ബ്ലിസ് മോയ്സ്ചറൈസറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. കണ്ണെഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് വാട്ടർ ലൈനിൽ മാത്രം എഴുതി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ഏത് കോർണറിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നേരെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. കാജൽ നമ്മൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് നമ്മൾ ഈ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ഇന്നർ കോർണറില്ലേ, ഇവിടെ നമ്മൾ ഭയങ്കരമായിട്ട് എഴുതി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എന്താ പറയുക, എല്ലാവർക്കും അറിയാം പോഴ്സൊക്കെ ഉണ്ടെന്ന്. പോഴ്സല്ല, ഒരു പോഴ്സൊക്കെ ഉണ്ട്. രണ്ട് കണ്ണിലും കൂടി ആകുമ്പോൾ പോഴ്സ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവിടെയാണ് എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ കണ്ണെഴുതി കൊടുക്കുമ്പം നമ്മുടെ കണ്ണ് നിറയുക, ആ ഒരു വാട്ടറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് കാജലൊക്കെ പടരാനുള്ള ചാൻസ് ഉണ്ട്. പടരാനുള്ള ചാൻസ് അല്ല, കാജൽ പടരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു കോർണർ ടു ഇവിടെ വരെ നമ്മൾ വരച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം നമ്മൾ വിടണം. അവിടെ വിട്ടിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്, അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം, ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഇതേപോലെ ഐലൈനർ ഈ ഒരു ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, എഴുതി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വേറൊരു ടിപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ കാജൽ തീരെ പടരാതിരിക്കാൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഐലൈനർ ഹോൾ ഇങ്ങനെ കാജലിന് മേലെ ഒന്ന് വരച്ചെടുക്കുക. ഒരിക്കലും കാജൽ എഴുതുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് തിക്കായിട്ട് എഴുതരുത്. അത്യാവശ്യം പടരാതിരിക്കാനുള്ള ആ ഒരു ക്വാണ്ടിറ്റി വൈസിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ വാട്ടർ ലൈനിൽ മാത്രം കാജൽ എഴുതി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടുന്ന് നമ്മൾ താഴേക്ക് പോകാൻ എന്താ പറയുക, എഴുതി കൊടുക്കരുത് കേട്ടോ. അതായത് നോർമലി വാട്ടർ ലൈനിൽ എഴുതിയാൽ പോലും ചിലപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കുമ്പോൾ അത് പടരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ചെറുതായിട്ട് പടരും. അപ്പോൾ നമ്മൾ ഇവിടെയും കൂടി എഴുതി കൊടുത്താൽ ഫുള്ളി ഭയങ്കരമായിട്ട് പടർന്നിരിക്കും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹിമാലയയുടെ ഐ കാജലിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള റിവ്യൂ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് വിശ്വസിച്ച് അഫോർഡബിൾ പ്രൈസിൽ വാങ്ങാൻ പറ്റിയ ഒരു കാജൽ എന്ന നിലയ്ക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു റിവ്യൂ ചെയ്യാനുള്ള മെയിൻ റീസൺ.